ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു വലിയ ചോദ്യം വരും. എങ്ങനെയാണ് ഇതിന്റെ ഓരോ ഭാഗങ്ങളും ഒരുമിച്ച് കൃത്യമായി പ്രവർത്തിക്കുമെന്ന് നമ്മൾ ഉറപ്പാക്കുക? ഇതിന് ശരിക്കും രണ്ട് വഴികളുണ്ട്. മുകളിൽ നിന്ന് താഴോട്ടാണോ പണിയേണ്ടത്, അതോ താഴെ നിന്ന് മുകളിലേക്കോ? ഏതാണ് ശരിയായ വഴി? വാ, നമുക്കിതൊന്ന് കീറി മുറിച്ചു നോക്കാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിയേ, നിങ്ങളൊരു കിടിലൻ പ്രോജക്റ്റിന്റെ എല്ലാ കഷ്ണങ്ങളും ഉണ്ടാക്കിവെച്ചു. ഓരോന്നും ഒറ്റയ്ക്ക് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആണ്. പക്ഷേ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ ഒരു ക്ലോക്ക് പോലെ ഒരുമിച്ച് പ്രവർത്തിക്കുമോ? ആഹാ, അതാണ് ചോദ്യം. ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരുടെ ഒരു പ്രധാന തലവേദനയാണിത്. അപ്പോ ഈ ബ്ലൂ പ്രിന്റ് ശരിയാണോന്ന് നമ്മൾ എങ്ങനെയാ ഉറപ്പിക്കുക? അവിടെയാണ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന സൂപ്പർ ഹീറോ രംഗപ്രവേശം ചെയ്യുന്നത്. സംഭവം സിമ്പിളാണ്. ഓരോ കഷ്ണങ്ങളെയും ഒരുമിപ്പിച്ചു വെച്ച് നിങ്ങൾ തമ്മിൽ ഒത്തുപോകുമോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന പരിപാടി. ഇനി കുറച്ചുകൂടി ടെക്നിക്കലായി പറഞ്ഞാൽ എന്താണ് ഈ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്? നമ്മൾ സോഫ്റ്റ്വെയറിന്റെ ഓരോ കുഞ്ഞൻ ഭാഗങ്ങളെയും, അതായത് മോഡ്യൂളുകളെയും ആദ്യം ഒറ്റക്കൊറ്റയ്ക്ക് ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം ഇവരെ ഒരുമിച്ച് കൂട്ടിയിരുത്തിയിട്ട് ഹലോ, നിങ്ങൾ തമ്മിൽ ശരിക്കും മിണ്ടുന്നുണ്ടോ, ഡേറ്റയൊക്കെ അങ്ങോട്ടും കൊടുക്കുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യും. അത്രയുള്ളൂ. ഓരോ ഭാഗവും മറ്റുള്ളവരുമായിട്ട് നല്ല കൂട്ടാണോന്ന് ഉറപ്പിക്കലാണ് ഇതിന്റെ മെയിൻ പണി. ഇതൊരു വലിയ അമ്പരചുംബിയായ കെട്ടിടം പണിയുന്നത് പോലെ സങ്കൽപ്പിച്ചോ. നമ്മുടെ കയ്യിൽ ബീമുകള്, ജനലുകള്, ലിഫ്റ്റുകള് എല്ലാം റെഡിയാണ്. ഇനി ഇതെല്ലാം എങ്ങനെ കൃത്യമായി കൂട്ടിയോജിപ്പിക്കും? അവിടെയാണ് കളി. നമുക്ക് മുന്നിൽ രണ്ട് വഴികളുണ്ട്. മുകളിൽ നിന്ന് താഴോട്ട് പണിയണോ, അതോ അടിത്തറയിട്ട് മുകളിലേക്ക് പണിയണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ വഴിയിലൂടെ ഒന്ന് പോയി നോക്കാം. മുകളിൽ നിന്നുള്ള കാഴ്ച, അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ച്. പേര് പോലെ തന്നെ നമ്മൾ പണി തുടങ്ങുന്നത് ഏറ്റവും മുകളിൽ നിന്നാണ്. ടോപ്പ് ഡൗൺ രീതിയിൽ നമ്മൾ ടെസ്റ്റിംഗ് തുടങ്ങുന്നത് തന്നെ സിസ്റ്റത്തിന്റെ തലപ്പത്ത് നിന്നാണ്, അതായത് മെയിൻ മോഡ്യൂളിൽ നിന്ന്. എന്നിട്ട് പതുക്കെ താഴെയുള്ള കുഞ്ഞൻ മോഡ്യൂളുകളിലേക്ക് വരും. നമ്മുടെ കെട്ടിടത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ നമ്മൾ ആദ്യം പണിയുന്നത് പെന്റ് ഹൗസും കെട്ടിടത്തിന്റെ പ്രധാന ഫ്രെയിമുമൊക്കെയാണ്. എന്നിട്ട് താഴേക്ക് വരൂ. അപ്പോൾ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നല്ലേ? സ്റ്റെപ്പ് 1, നമ്മൾ മെയിൻ കൺട്രോൾ മൊഡ്യൂളിൽ നിന്ന് തുടങ്ങുന്നു. കെട്ടിടത്തിന്റെ കാര്യത്തിൽ പ്രധാന ഫ്രെയിം. സ്റ്റെപ്പ് 2, താഴെയുള്ള നിലകളൊന്നും അപ്പോൾ റെഡിയായിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അവയ്ക്ക് പകരമായി നമ്മൾ സ്റ്റബ്ബുകൾ എന്ന് പറയുന്ന ഡമ്മി പീസുകൾ വയ്ക്കും. കെട്ടിടം പണിയുമ്പോൾ ഇടുന്ന കൈവരിയും തട്ടുമൊക്കെ പോലെ ഒരു താൽക്കാലിക സെറ്റപ്പ്. സ്റ്റെപ്പ് 3, പതിയെ ഓരോ താഴത്തെ നിലകളായി ഇതിലേക്ക് ചേർത്ത് ടെസ്റ്റ് ചെയ്യും. സ്റ്റെപ്പ് 4, അടിത്തറ വരെ എത്തി എല്ലാ ഭാഗങ്ങളും ടെസ്റ്റ് ചെയ്ത് കഴിയുന്നതുവരെ നമ്മളിത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ രീതിയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിസ്റ്റത്തിന്റെ ഒരു ഏകദേശ രൂപം, ഒരു വർക്കിംഗ് പ്രോട്ടോടൈപ്പ് തുടക്കത്തിൽ തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ ഡിസൈനിലെ വലിയ അപാകതകളോ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് തുടക്കത്തിലേ പൊക്കാൻ പറ്റും. പക്ഷേ ഇതിന് ചില പ്രശ്നങ്ങളുമുണ്ട്. ഒന്നാമതായി, ഒരുപാട് സ്റ്റബുകൾ, അതായത് ഡമ്മി പീസുകൾ ഉണ്ടാക്കേണ്ടി വരും. അത് കുറച്ച് പണിയാണ്. പക്ഷേ അതിനേക്കാൾ വലിയൊരു റിസ്ക്കുണ്ട്. എന്താണെന്നോ, കെട്ടിടത്തിന്റെ അടിത്തറ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും അവസാനമായിരിക്കും. ഒന്നാലോചിച്ച് നോക്കിയേ, എല്ലാം പണിത് കഴിഞ്ഞിട്ട് അടിത്തറയ്ക്ക് പ്രശ്നമുണ്ടെന്നറിഞ്ഞാലുള്ള അവസ്ഥ. അതുകൊണ്ടുതന്നെ ഇതൊരുപാട് സമയമെടുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു വഴി ഉണ്ടാവില്ലേ? തീർച്ചയായുമുണ്ട്. അടിത്തറയിൽ നിന്ന് പണി തുടങ്ങുന്ന രീതി, അതായത് ബോട്ടം അപ്പ് അപ്രോച്ച്. ഇവിടെ നമ്മൾ കളി തുടങ്ങുന്നത് ഏറ്റവും താഴെ നിന്നാണ്, ബേസിക് സാധനങ്ങളിൽ നിന്ന്. ബോട്ടം അപ്പ് രീതിയിൽ ടെസ്റ്റിംഗ് തുടങ്ങുന്നത് ഏറ്റവും താഴെക്കിടയിലുള്ള ഏറ്റവും ചെറിയ മോഡ്യൂളുകളിൽ നിന്നാണ്. എന്നിട്ടിവയെ ഒരുമിച്ച് ചേർത്ത് കുറച്ചുകൂടി വലിയ ഗ്രൂപ്പുകളാക്കും, പിന്നെയും വലുതാക്കും, അങ്ങനെ പോകും. നമ്മുടെ കെട്ടിടത്തിന്റെ കാര്യം പറഞ്ഞാൽ ഓരോ റൂമും അതിലെ പ്ലംബിങ്ങും വയറിങ്ങുമൊക്കെ പെർഫെക്റ്റ് ആക്കിയിട്ട് അതിനു മുകളിലേക്ക് ഓരോ നിലകളായി പണിതു പോകുന്നതുപോലെ. ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. സ്റ്റെപ്പ് 1, ഏറ്റവും താഴെയുള്ള മൊഡ്യൂളുകളെ ആദ്യം ടെസ്റ്റ് ചെയ്യും, നമ്മുടെ കെട്ടിടത്തിലെ ഓരോ മുറികളും അതിലെ സൗകര്യങ്ങളും പോലെ. സ്റ്റെപ്പ് 2, ഇവയെ ഒരുമിച്ച് ചേർത്ത് ഒരു ക്ലസ്റ്റർ, അതായത് ഒരു ഫ്ലോർ ആക്കി മാറ്റും. സ്റ്റെപ്പ് 3, ഈ ഫ്ലോറിനെ ടെസ്റ്റ് ചെയ്യാൻ മുകളിൽ നിന്ന് ആരുമില്ലല്ലോ, അപ്പോൾ നമ്മൾ ഡ്രൈവറുകൾ എന്ന ടെസ്റ്റിംഗ് ടൂളുകൾ ഉപയോഗിക്കും. ഇവയൊരു മിനി ക്രെയിൻ പോലെ കണക്കാക്കാം. ഇത് ആ ഫ്ലോറിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ടെസ്റ്റ് ചെയ്യും. സ്റ്റെപ്പ് 4, ഇങ്ങനെ ഓരോ നിലകളായി മുകളിലേക്ക് പണിത് അവസാനം ഏറ്റവും മുകളിലെ മെയിൻ മൊഡ്യൂൾ വരെ എത്തും. ഈ വഴിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? ഒന്നാമത്, നമുക്ക് ഡമ്മി പീസുകളായ സ്റ്റബ്ബുകൾ വേണ്ട. അതിലും വലുത്, ഏറ്റവും പ്രധാനപ്പെട്ട ക്രിട്ടിക്കലായ കാര്യങ്ങൾ തുടക്കത്തിലെ ടെസ്റ്റ് ചെയ്ത് ഭദ്രമാക്കാം. അതുകൊണ്ട് തന്നെ താഴെ തട്ടിലുള്ള പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. ചുരുക്കി പറഞ്ഞാൽ, അടിത്തറ റോക്ക് സോളിഡാണെന്ന് നമുക്ക് തുടക്കത്തിലെ ഉറപ്പിക്കാം. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. ഏറ്റവും മുകളിലുള്ള മെയിൻ കൺട്രോൾ മൊഡ്യൂൾ ടെസ്റ്റ് ചെയ്യുന്നത് അവസാനമായിരിക്കും. അതിന്റെ അർത്ഥമെന്താ?
മുഴുവൻ സിസ്റ്റവും എങ്ങനെയിരിക്കും അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും ഒടുവിലായിരിക്കും. ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ. പിന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡ്രൈവറുകൾ ഉണ്ടാക്കിയെടുക്കണം എന്നൊരു പണിയും കൂടിയുണ്ട്. അപ്പോ ഈ 2 ബ്ലൂ പ്രിന്റുകളെയും നമുക്കൊന്ന് നേർക്കുനേർ നിർത്തിയാലോ? ഒരു ഷോ ഡൗൺ, ടോപ്പ് ഡൗൺ വേഴ്സസ് ബോട്ടം അപ്പ്. ആരാണ് ജയിക്കുക നോക്കാം. ദാ ഈ ടേബിളിൽ നോക്കിയാൽ സംഭവം ക്ലിയറാവും. സ്റ്റാർട്ടിംഗ് പോയിന്റ് ടോപ്പ് ഡൗൺ തുടങ്ങുന്നത് പെൻറ്റ്ഹൗസിൽ നിന്നാണെങ്കിൽ ബോട്ടം അപ്പ് തുടങ്ങുന്നത് അടിത്തറയിൽ നിന്നാണ്. ഉപയോഗിക്കുന്ന ടൂൾസ്: ടോപ്പ് ഡൗണിന് സ്റ്റബുകൾ എന്ന താങ്ങുകൾ വേണം, ബോട്ടം അപ്പിന് ഡ്രൈവറുകൾ എന്ന മിനി ക്രെയിനുകളും. സിസ്റ്റം എപ്പോ കാണാം? ടോപ്പ് ഡൗണിൽ തുടക്കത്തിലേ കാണാം, ബോട്ടം അപ്പിൽ അവസാനം വരെ കാത്തിരിക്കണം. തെറ്റുകൾ എവിടെ കണ്ടുപിടിക്കും? ടോപ്പ് ഡൗൺ മുകളിലെ പ്രശ്നങ്ങൾ വേഗം കണ്ടുപിടിക്കും, ബോട്ടം അപ്പ് താഴത്തെ പ്രശ്നങ്ങളും. കണ്ടില്ലേ, രണ്ടും 2 രീതിയിലാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഏത് സ്ട്രാറ്റജിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? സത്യം പറഞ്ഞാൽ ഇതിൽ ഇതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഒരെണ്ണമില്ല. നിങ്ങളുടെ പ്രോജക്റ്റിന് എന്താണ് ആവശ്യം എന്നതിനെ ആശ്രയിച്ചിരിക്കും എല്ലാം. എപ്പോഴാണ് ഏതുപയോഗിക്കേണ്ടത്? സിമ്പിളായി പറയാം, നിങ്ങളുടെ പ്രോജക്റ്റിന്റെ പ്രധാന കൺട്രോളും അതിന്റെ മൊത്തത്തിലുള്ള ഘടനയുമാണ് ഏറ്റവും പ്രധാനം എങ്കിൽ അത് തുടക്കത്തിലെ ഉമപ്പിക്കണമെങ്കിൽ ധൈര്യമായി ടോപ്പ് ഡൗൺ എടുത്തോ. എന്നാൽ നിങ്ങളുടെ പ്രോജക്റ്റ് ഡേറ്റയെ ഒരുപാട് ആശ്രയിക്കുന്ന ഒന്നാണെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ 100% കൃത്യമാകണമെങ്കിൽ ബോട്ടം അപ്പാണ് ബെസ്റ്റ് ചോയ്സ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത വലിയ പ്രോജക്റ്റ് വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? ആകാശത്ത് നിന്ന് താഴേക്ക് പണിയുമോ അതോ അടിത്തറയിട്ട് മുകളിലേക്ക് പോകുമോ? തീരുമാനം നിങ്ങളുടേതാണ്.